ഈ സമീപകാലത്ത് തിയേറ്ററിലേക്ക് എത്തിയ 2 മോഹൻലാൽ ചിത്രങ്ങളാണ് എമ്പുരാനും തുടരുവും. ഈ 2 സിനിമകളും കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രേക്ഷക എന്ന നിലയിൽ തോന്നിയ അഭിപ്രായം പറയണമെന്ന് തോന്നി. ഇതിൽ എമ്പുരാനെക്കുറിച്ചാണ് കൂടുതലും എനിക്ക് പറയാനുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിനെ ഉത്തരവാദിത്തബോധം എന്ന വാക്കിനോട് ചേർത്താണ് ഞാൻ എപ്പോഴും വായിക്കാറുള്ളത്. ഒരു പടം കാണരുതെന്നോ ഒരു പടം ഇങ്ങനെ ചെയ്യാവൂ എന്നോ പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ പടം കണ്ടതിന് ശേഷം എനിക്ക് എന്താണ് അനുഭവപ്പെട്ടത് എന്ന് പറയാനുള്ളത് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യമാണ്, അല്ലേ? ലാലേട്ടൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ വന്നാൽ അത് ഞാൻ പോയി കാണും. ആ സിനിമയുടെ സംവിധായകനും എഴുത്തുകാരനും ആരായാലും ഞാൻ പോയി കാണും. തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള ഇഷ്ടം കൊണ്ടും ലാലേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടുമാണത്. ഒരു ചിത്രത്തെ ഇഷ്ടപ്പെടണമെങ്കിലും വിമർശിക്കണമെങ്കിലും നമ്മളത് കാണണമല്ലോ. അല്ലാതെ പടം കാണുന്നതിന് മുന്നേ ഈ പടം കാണേണ്ടതും കാണാതിരിക്കേണ്ടതും തങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണെന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയാകും എന്നെനിക്ക് സംശയമുണ്ട്. പലരും സമൂഹ മാധ്യമങ്ങളിൽ അപ്രകാരം പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് കാണേണ്ടതാണോ സിനിമ? ഒരിക്കലുമല്ല. പിന്നെ മഹത്വമായ കലാസൃഷ്ടികളായതുകൊണ്ടൊന്നുമല്ല ഈ കാലത്ത് നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നത്. സിനിമ തിയേറ്ററുകളൊക്കെ ആധുനികവൽക്കരിക്കപ്പെട്ടപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നത് വളരെ റിലാക്സിങ് ആൻഡ് എൻജോയബിൾ ആയിട്ടുള്ള ഒരു അനുഭവമായി മാറിയത് കൊണ്ടാണ് നമ്മൾ മിക്കവരും തിയേറ്ററിൽ പോയി പടം കാണുന്നത്. നമ്മുടെ എല്ലാവരുടെയും തിരക്ക് പിടിച്ച സ്ട്രെസ്ഫുള്ളായ ജീവിതത്തിനിടയിൽ കുറച്ച് സമയം സ്വസ്ഥമായി സമാധാനമായി ഒരു ചലച്ചിത്രം കണ്ട് ഇറങ്ങാം എന്നുള്ള ഒരു റിലാക്സിങ് മെത്തേഡായിട്ടൊക്കെയാണ് നമ്മൾ പലരും സിനിമ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നത്. എന്തായാലും ഇനി ഞാൻ കണ്ട ആ പടങ്ങളെക്കുറിച്ച് പറയാം. എമ്പുരാൻ എഴുതി ഉണ്ടാക്കിയ തിരക്കഥയ്ക്ക് ഒട്ടും തന്നെ ഇമ്പാക്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയ തിരക്കഥാകൃത്ത് ഒരു കമ്മ്യൂണൽ ഇഷ്യൂ അതിൽ കുത്തിക്കയറ്റി ക്വാളിറ്റി ഇല്ലാത്ത തൻ്റെ തിരക്കഥയെ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രമെങ്കിലും ഒന്ന് സുഖിക്കുന്ന രീതിക്ക് ആക്കിയെടുത്ത ഒരു ചെറ്റത്തരത്തിൻ്റെ പേരാണ് L2 അഥവാ എമ്പുരാൻ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സ്വാർത്ഥമായ കച്ചവട ലാഭത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ നെഞ്ചിലേറ്റൊരു മുറിവിലേക്ക് വീണ്ടും കത്തി ഇറക്കാൻ മുതിർന്ന ഒരു വ്യക്തിയാണ് ഈ പടത്തിൻ്റെ സംവിധായകൻ എന്ന് ഞാൻ നിസ്സംശയം പറയും. ആ വ്യക്തിക്ക് സ്വന്തം കച്ചവട താല്പര്യത്തിനപ്പുറം ആരോടും യാതൊരുവിധ ഉത്തരവാദിത്തമോ സ്നേഹമോ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊന്നും അറിയാതെ മുന്നിൽ നിന്ന് ഫാൻസി ഡ്രസ്സ് അവതരിപ്പിച്ചത് നമ്മുടെ സ്വന്തം ലാലേട്ടനായിരുന്നു. കണ്ടന്റ് ഇല്ലായ്മ മാത്രമാണ് എമ്പുരാൻ്റെ പ്രശ്നം. ഈ ബിലോ ആവറേജ് സിനിമയിലെ ബിലോ ആവറേജ് വില്ലന് ഒരു ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി മാത്രം വളരെ എളുപ്പത്തിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ആ സിനിമയ്ക്ക് ഒട്ടുമേ ആവശ്യമില്ലാത്ത ഒരു കമ്മ്യൂണൽ ഇഷ്യൂവിൻ്റെ റെഫറൻസ്. ഓരോ ദുരനുഭവങ്ങളും പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളതാണ്, ഉള്ളിലിട്ട് പ്രതികാരം വളർത്താനുള്ളതല്ല. ഇനി ഒരിക്കലും അത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഓരോ നിമിഷവും നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ പ്രതികാര ബുദ്ധിയോടെ കാര്യങ്ങളെ സമീപിച്ച് ആ വിഷയങ്ങളെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് മൂപ്പിച്ച് ആളുകളെ തമ്മിലടിപ്പിക്കുന്ന കുരുട്ട് ബുദ്ധി ആരുടെ തലയിൽ ഉദിച്ചതാണെങ്കിലും അത് സമ്പൂർണമായ തെണ്ടിത്തരമായി പോയി. ഇതിൻ്റെയൊക്കെ ബെനിഫിഷ്യറി ആയതുകൊണ്ട് തന്നെ സംവിധായകൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഈ സംവിധായകനെ പിന്തുണയ്ക്കേണ്ടത് ഒരു അനിവാര്യതയായിരിക്കും. ഈ സിനിമ നിർമ്മിച്ചതിന് ശേഷം ഇട്ട് തള്ളി മറിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സിനിമ നിർമ്മിക്കുമ്പോൾ തന്നെ ക്വാളിറ്റിയുള്ള കണ്ടൻ്റുള്ള സിനിമകൾ നിർമ്മിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ ഈ സംവിധായകനെ ഉപദേശിക്കുക എന്നതാണ് എനിക്ക് ആ ഭാര്യയോടും അമ്മയോടും പറയാനുള്ളത്. ഇതൊക്കെ നടന്ന സംഭവങ്ങളല്ലേ, ഇത് പറയുന്നതിൽ എന്താ തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം. അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയൊക്കെ നടന്ന സംഭവങ്ങൾ പറയാൻ തുടങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഒരുപാട് കഥകളും കാര്യങ്ങളും ഉണ്ടാവും. വടക്കേ ഇന്ത്യയിൽ മാത്രമായിട്ട് ഈ പറച്ചിലുകൾ നിയന്ത്രിക്കാതിരുന്നാൽ ലോകം മൊത്തം എടുത്തു നോക്കിയാൽ 1000 സിനിമകൾക്ക് വില്ലന്മാരെ ഉണ്ടാക്കാനുള്ള കഥകളുണ്ടാവും. പക്ഷെ അതൊന്നും കൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായില്ല. എൻ്റെ മകളും ഈ സിനിമയുടെ സംവിധായകൻ്റെ മകളും മറ്റു മക്കളും സമാധാനത്തോടെ ജീവിക്കേണ്ട രാജ്യമാണിത്. പണ്ടെങ്ങാണ്ട് ആരൊക്കെയോ തല്ലിയതിൻ്റെയും കൊന്നതിൻ്റെയൊക്കെ കണക്ക് ഇപ്പോഴും പറഞ്ഞു തീരാത്തത് കൊണ്ട് ഈ 2025-ലും യുദ്ധവും കണ്ണുനീരും ചോരയും വെടിയൊച്ചകളും കണ്ടും കേട്ടും ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന ജനങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. നമ്മളെയൊന്നും അത് നേരിട്ട് ബാധിക്കാത്ത വിഷയങ്ങളായതുകൊണ്ട്
നമുക്ക് വലിയ ഹീറോയിസം കാണിക്കാനെന്ന മട്ടിൽ ഇങ്ങനെയൊക്കെ സിനിമ ചെയ്യാം. പക്ഷേ ബോധമുള്ള മനുഷ്യർ അത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കും. കുറച്ച് പൈസയ്ക്കും ചില കപട ബുദ്ധിജീവികളുടെ കപടമായ സപ്പോർട്ടിനും വേണ്ടി മുറിവിൽ വീണ്ടും കത്തി കുത്തി ഇറക്കില്ല. കനലിലേക്ക് വെടിമരുന്നെടുത്ത് എറിയുകയുമില്ല. കാരണം അതൊരു വലിയ സ്ഫോടനമായി മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പൊള്ളും എന്ന മിനിമം ബോധം സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കുമുണ്ട്, ഉണ്ടാകണം. ഇനി ഓവറോൾ പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയോ ഭയങ്കരമായി കാണിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒന്നും അങ്ങോട്ട് ഒത്തില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ലോക്കൽ പൊളിറ്റിക്സും ഇൻ്റർനാഷണൽ കാര്യങ്ങളും കുറച്ച് നോർത്ത് ഇന്ത്യൻ വർഗീയതയും ഒക്കെ കൂടി മിക്സാക്കി മൊത്തം അവിയൽ പരുവമാക്കി ഒന്നിനും പൂർണ്ണതയോ തുടർച്ചയോ ഇല്ലാതാക്കി ആകെ മൊത്തം ചളകൊളമാക്കിയിട്ടുണ്ട്. ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് കൃത്യമായ ഒരു കണ്ടിന്യൂറ്റി പോലും ഈ സിനിമയിൽ ഇല്ലായിരുന്നു. മഞ്ജു വാര്യറിനെ കണ്ടിട്ട് സത്യമായിട്ടും ചിരി വന്നു. ടോവിനോ നല്ല സുന്ദരനായിരുന്നു. ബൈജു ചേട്ടനെയും നന്ദു ചേട്ടനെയും ആക്ടിങ് സൂപ്പറായിരുന്നു. ലാലേട്ടൻ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരാരും പറഞ്ഞു കൊടുത്ത കഥ ലാലേട്ടനോട്ട് മനസ്സിലായിട്ടൊന്നും തോന്നുന്നില്ല. മനസ്സിലാക്കാൻ മാത്രം വലിയ കഥയൊന്നും പടത്തിലില്ല താൻ. ലാലേട്ടൻ അഭിനയിക്കേണ്ട സീൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. പാവം മനുഷ്യൻ ഒരു നല്ല ഡയലോഗ് പോലും ഇല്ല. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായപ്പോൾ ഇനിയും കുഴപ്പമില്ല, ആ മാസൊക്കെ ഒന്ന് ഫീൽ ചെയ്തു. പക്ഷേ അബ്രാം ഖുറേഷി പ്യുവർ ഫാൻസി ഡ്രസ്സായിരുന്നു. അങ്ങനെ പറയാതെ വയ്യ, അത്രമേൽ ഊള കഥാപാത്രമായി പോയി അബ്രാം ഖുറേഷി. ഈ സിനിമ ഗംഭീരമാണെന്ന് തോന്നുന്നവർ ഒരുപാടുണ്ടാകും. എൻ്റെ അഭിപ്രായത്തിൽ അവർ ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ കാണേണ്ടത് അവരുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വവും ബാധ്യതയുമാണെന്ന് സ്വയം മനസ്സിൽ ഫീഡ് ചെയ്തവരാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ക്യാൻവാസിലെടുത്ത ഒരു സിനിമ അങ്ങനെ മോശമാകില്ല എന്ന് മനസ്സിൽ പ്രീ സെറ്റ് ചെയ്തവരായിരിക്കും. ആടുജീവിതം എന്ന സിനിമയ്ക്കും സംഭവിച്ചത് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തീരെ ഇഷ്ടപ്പെടാതെ പോയൊരു സിനിമയായിരുന്നു ആടുജീവിതം. ആ വൈകാരികമായ അവസ്ഥയും നിമിഷങ്ങളും ഒന്നും പ്രേക്ഷകരിലേക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ സിനിമ ഉണ്ടാക്കിയവർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്നിരുന്നാലും അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ മോശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ മോശമായി പോകുമോ എന്നൊക്കെ ഒരു ഭയം പലരുടെയും മനസ്സിൽ ആ സമയത്തുണ്ട്. അത് പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഈ സിനിമ ഭയങ്കര ഓസ്കാർ ലെവൽ സിനിമയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കെന്തോ ബുദ്ധിക്കുറവുണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് ഓസ്കാർ ലെവൽ സിനിമ കണ്ടാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല എന്നൊക്കെ ധരിക്കുമെന്ന് വിചാരിച്ച് എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി ഞാൻ ആ സിനിമ കൊള്ളാമെന്ന് പറഞ്ഞ പല സുഹൃത്തുക്കളും എനിക്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ എമ്പുരാന് സംഭവിച്ചതും അതേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. ഇതെന്തോ ഭയങ്കര സംഭവമാണെന്ന് ആദ്യമേ പറഞ്ഞു വെച്ചു. പിന്നെ ഇനിയിപ്പോൾ അത് ഭയങ്കര സംഭവമാണെന്ന് അങ്ങ് അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കൊക്കെ ഉണ്ട് എന്ന പോലത്തെ ഒരു രീതിയാണ് ആ സിനിമയുടെ ഒരു മാർക്കറ്റിങ്ങിന് പിന്നിൽ പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള ഒരു സിനിമ മോശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ മോശമാകുമോ എന്ന് ചെറിയ ഭയമൊക്കെ പല ആൾക്കാരുടെയും ഉള്ളിലുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഗംഭീരമാണ് എന്ന് ഓൾറെഡി മനസ്സിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന് ശേഷം പോയിരുന്ന് സിനിമ കണ്ട ആൾക്കാരാണ് നമുക്ക് ചുറ്റും കൂടുതലും ഉള്ളത്. എന്തായാലും സിനിമ സാമ്പത്തികമായി വിജയിച്ചു. ഇനി തുടരും എന്ന സിനിമയിലേക്ക് വരാം. കുരുട്ട് ബുദ്ധികളുടെ സ്വാധീനത്താൽ എൻപുരാനിൽ അസ്തമിച്ചു എന്ന് കരുതിയിടത്തു നിന്ന് ഷൺമുഖനായി പുനർജനിച്ച് വന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം ലാലേട്ടൻ. എമ്പുരാനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പരാതി തോന്നിയത് ലാലേട്ടനെ ഒന്ന് നേരെ കാണാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ്. എന്നാൽ മോഹൻലാലിനെ കൊതി തീരെ കാണാൻ ഒരു ഫാൻ ഗേൾ എന്ന നിലയിൽ ഈ ചിത്രത്തിൽ എനിക്ക് സാധിച്ചു. സിനിമയുടെ കഥയെല്ലാം വളരെ പ്രഡിക്റ്റബിൾ ആയിരുന്നെങ്കിലും പോലും ഈ സിനിമയ്ക്ക് ശക്തമായൊരു തിരക്കഥ ഉണ്ടായിരുന്നു. നായകൻ്റെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നായകനും മുകളിൽ അഭിനയിച്ച് കാണിക്കുന്ന വില്ലൻ എന്നത് സിനിമകളിൽ അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയാൻ തോന്നിയൊരു കാര്യം ശോഭന മാമിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. അഭിനയമാണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും ശോഭന മാം അതിൽ ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് ഈ സിനിമയിലൂടെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു തിരിച്ചു വരവോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ശേഷം വീണ്ടും കുറേ അവസരങ്ങളോ അങ്ങനെ ഒന്നും ശോഭന മാം പ്രതീക്ഷിക്കുന്നില്ല. അതിൻ്റേതായ ഒരു ലാഘവത്തോടു കൂടിയാണ് അവർ ഈ സിനിമയെ അപ്രോച്ച് ചെയ്തേക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അതെന്ത് തന്നെ ആയാലും പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവരെ അവതരിപ്പിക്കുന്നതിൽ സംവിധായകന് കുറച്ചുകൂടി ശ്രദ്ധ പുലർത്താമായിരുന്നു എന്നെനിക്ക് തോന്നി. അവർ അഭിനയിച്ച കഥാപാത്രം ആവശ്യപ്പെടുന്ന
രീതിക്കുള്ള ഒരു വസ്ത്രധാരണവും ഹെയർ സ്റ്റൈലും എല്ലാം കൊടുക്കാമായിരുന്നു ശോഭന മാമിന്. അഭിനയത്തിലും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലാണെങ്കിലും, അതല്ലാതെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സിലാണെങ്കിലും, അതല്ലാതെ കുസൃതി കലർന്ന രംഗങ്ങളിലാണെങ്കിലും കുറച്ചും കൂടി പ്രേക്ഷകരിലേക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ ശോഭന മാമിനെ അവതരിപ്പിക്കാൻ സംവിധായകൻ ശ്രമിക്കേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നിയായിരുന്നു ആ സിനിമ കണ്ടപ്പോൾ. ഓവറോൾ നോക്കുമ്പോൾ വളരെ മികച്ച ഒരു തിയേറ്റർ അനുഭവം തന്നെയായിരുന്നു തുടരും എന്ന സിനിമ. ഈ രണ്ട് സിനിമകളും കമ്പയർ ചെയ്ത് സംസാരിക്കാൻ കാരണം ഈ രണ്ട് സിനിമയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചേക്കുന്ന ഒരു രീതിയെ കമ്പയർ ചെയ്യണമെന്നാണ്. രണ്ട് സിനിമകളും രണ്ട് വ്യത്യസ്ത സിനിമകളാണെന്നും വ്യത്യസ്തമായ കഥാ പശ്ചാത്തലങ്ങളുള്ള സിനിമകളാണെന്നും ഈ രണ്ട് കഥാപാത്രങ്ങളും വ്യത്യസ്തമാണെന്നൊക്കെ അറിയാത്തത് കൊണ്ടല്ല, അത്തരം സിനിമകളെ, രണ്ട് വ്യത്യസ്തമായ സിനിമകളെ ഒരുമിച്ചെടുത്ത് കമ്പയർ ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ഞാനിവിടെ കമ്പയർ ചെയ്യാൻ ആഗ്രഹിച്ചത് ഈ രണ്ട് സിനിമയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച രീതിയെക്കുറിച്ചാണ്. കൂടുതലൊന്നും പറയാതെ തന്നെ ആ കമ്പാരിസൺ എന്താണെന്നും ഈ രണ്ട് ചിത്രങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയ രീതി എങ്ങനെയായിരുന്നു എന്നും എല്ലാവർക്കും ഒബ്വിയസ്ലി അണ്ടർസ്റ്റുഡ് ആണ്. ഈ രണ്ട് ചിത്രങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ച രീതി സിനിമ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടത്, ഇതെല്ലാം കൃത്യമായും മലയാളി പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒട്ടുമേ ഇഷ്ടപ്പെടാതെ തന്നെ അയ്യോ മനോഹരമായ ചിത്രം എന്ന് പറയേണ്ടി വന്ന പലരും ഈ വോയിസ് കേൾക്കുന്നുണ്ടാവും. അവരോടും കൂടി ചേർത്ത് പറയുകയാണ്, കണ്ടവർക്ക് അറിയാം ചലച്ചിത്രാനുഭവം എന്തായിരുന്നു എന്ന്. ഈ രണ്ട് സിനിമയും നമ്മൾ ഒരു പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു കണ്ടന്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ സത്യസന്ധതയും ക്വാളിറ്റിയുമുള്ള കണ്ടന്റുകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. കുറുക്ക് വഴികളിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സിനിമകൾ നിർമ്മിക്കുന്നത് ലോങ് റണ്ണിൽ ഈ സിനിമ നിർമ്മിക്കുന്നവർക്ക് തന്നെ ഗുണം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. എപ്പോഴും സിനിമയിൽ കണ്ടന്റിനാണ്, തിരക്കഥയ്ക്കാണ്, കഥാപാത്രങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൽ തോന്നും പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം അതിനുശേഷം സിനിമയെ തള്ളിമറിച്ച് പ്രൊമോട്ട് ചെയ്ത് കളയാം എന്ന ഒരു രീതിക്ക് സിനിമകൾ എടുക്കാൻ മുതിരരുത് എന്നതാണ് ഒരു പ്രേക്ഷക എന്ന നിലയിലുള്ള അഭ്യർത്ഥന. Hope you all like this video. Thank you so much for listening. See you in next video.